ശിവരാജൻ. അദ്ദേഹം മികച്ച പ്രകടനമാണ് പാലക്കാട് കാഴ്ചവെച്ചത്. ഈ ഏതാണ്ട് 7000-ലധികം വോട്ടുകൾ കുറഞ്ഞു. ഞാൻ പരിശോധിച്ചില്ല, വളരെ ബൂത്താന്ന് പരിശോധിക്കട്ടെ. പരിശോധിക്കും. എപ്പോഴും RSS നേരിട്ട് പണിയെടുക്കാറുണ്ട്, അതൊന്നും പ്രശ്നമല്ല. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. ശക്തമായി 2 സീറ്റിലുള്ള BJP ഇപ്പം 400 സീറ്റ് വാങ്ങി ഭരിക്കുന്നില്ല. ഞങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല BJPക്ക്. ഞങ്ങൾ മുന്നോട്ട് ശക്തമായി തന്നെ പോകും. ഇത് പരിശോധിക്കുമോ? ഇത് ഞങ്ങൾ സംഘടനാ ലെവല് കൂടി തീരുമാനിക്കേണ്ടതാണ്. നിങ്ങളോട് പറഞ്ഞത് സന്ദീപ് പുറത്തു പോയത് അയാളിപ്പോ പറഞ്ഞ് ചാണകവെള്ളം നളിച്ച് സുരേന്ദ്രനെ പുറത്താക്കണം. സുരേന്ദ്രൻ ശക്തനായ ഞങ്ങളുടെ നേതാവാണ്. സുരേന്ദ്രൻ കേരളത്തിലെ BJPയുടെ നേതാവാണ്. അത് സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ കാര്യം നോക്കിയാൽ ഞങ്ങളുടെ കാര്യം നോക്കണ്ട. മൂത്താന്തര BJP ഉരുക്ക് വോട്ടാണ് ഞങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. നിങ്ങൾ നോക്ക്, നോക്കാം. നഗരസഭ പിടിക്കാൻ മുരളീധരൻ അച്ഛൻ കരുണാകരൻ വന്നാലും പാലക്കാട് നഗരസഭ പിടിക്കാൻ പറ്റൂല. അടിമുടി ഒരു പരിശോധന ആവശ്യമില്ല. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അത് നിങ്ങളൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. ബാബു, ഇദ്ദേഹത്തിന്റെ പ്രതികരണം കാണുമ്പോൾ ദേശീയ സമിതി അംഗമാണ്. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. നമ്മുടെ ഗോകുൽ പോയി ഒരു പ്രതികരണം തേടുന്നു. പാലക്കാട് ആരായിരിക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രനാണെങ്കിൽ നല്ല സ്ഥാനാർത്ഥി, എളുപ്പത്തിൽ ജയിക്കും. അപ്പോൾ മറ്റാരെങ്കിലും ആണെങ്കിലോ ജയിക്കും, പക്ഷേ ഇത്ര എളുപ്പമായിരിക്കില്ല. ശോഭാ സുരേന്ദ്രനാണ് നല്ല കാൻഡിഡേറ്റ് എന്നതാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ പാലക്കാട്ടെ ഈ വലിയ തിരിച്ചടി വരുമ്പോൾ സ്വാഭാവികമാണ് കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എങ്ങനെ എത്തി, അക്കാര്യത്തിൽ ആരൊക്കെയാണ് കൂടിയാലോചനകൾ നടത്തിയത്, എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റിനെ ഇപ്പോൾ ഈ ശ്രീധരനെ അവതരിപ്പിച്ചതുപോലെ പാലക്കാട്ട് ജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ചില്ല? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുകയാണ്.